ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആട്ടോ ഇത്. ആദ്യമായിട്ട് വീഡിയോ എടുക്കണതിൻ്റെ എല്ലാ പ്രശ്നവും ഉണ്ടാവും കേട്ടോ. ഇൻട്രൊഡക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. പോകെ പോകെ നമുക്ക് ശരിയാക്കട്ടോ. കാരണം കുറേ ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നുള്ള ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 വർഷമായിട്ടോ നമ്മുടെ ഈ വീട്ടിലേക്ക് മാറിയിട്ട്. അതിൽ ചെറിയ തോടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോ മഴക്കാലം മാറുമ്പോഴും അച്ഛനും അമ്മയും കൂടെ അവിടെയുള്ള വീട്ടുകാരൊക്കെ പാടെ അവിടെ കല്ലൊക്കെ അടിച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കും. ഇവിടെ വരും, കല്ലെടുത്ത് തോട്ടിലേക്കിടും. അങ്ങനെ ഒരുവിധം ചീത്തയൊക്കെ പറഞ്ഞ് അവനുള്ളിലേക്ക് ആക്കിയിട്ട് അമ്മ ഏകദേശം അമ്മേൻ്റെതായിട്ടുള്ള രീതിയിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇതിന് മുന്നേ നല്ലതായിട്ട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളിൽ പിടിച്ച് കയറ്റിയത് ഞാൻ അടുത്ത വീട്ടിലെ ചാമ്പക്ക പറിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ചാമ്പക്ക എന്നും നമുക്കൊരു വീക്ക്നെസ് ആണല്ലേ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേതാകുമ്പോൾ അത് അതിനെക്കാട്ടില്ല. ആകെ ഒരു 3 ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ഞങ്ങൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്വന്തം വീവിതാത്തി ആയതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ അധികാരത്തിൽ ഞങ്ങൾ ആ 3 ചാമ്പക്ക പറിച്ചിരിക്കുന്നു. 3 ഒതുങ്ങുന്നു വിചാരിച്ചു, പക്ഷെ അത് ഒതുങ്ങിയില്ല. പിന്നെ ടാട്ടന് വേണ്ട. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ചേച്ചി മാലാക്കാട്ട് എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ഓർണമെൻറ്റ്സിൻ്റെ ജ്വല്ലറി ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വേണ്ടവരൊന്ന് പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി എടുക്കാൻ പോയപ്പോഴാണ് 1 ഓർഡർ ചെയ്തേ. അങ്ങനെ അത് എടുക്കാൻ പോയപ്പോഴാണ് പുതിയ കളക്ഷൻ വന്നിട്ട് ചേച്ചി കാണിച്ചത്. അങ്ങനെ അത് നോക്കി ഒന്നെടുക്കാൻ പോയി ഞാൻ 2 എടുത്തിട്ട് അങ്ങോട്ട് പോന്നു. കാരണം നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ. കാണുമ്പോൾ എല്ലാം നമുക്ക് എടുക്കാൻ തോന്നും, ഓരോ ഐറ്റം കാണുമ്പോൾ. പിന്നെ ഞാനാകെ ചെറുതായതുകൊണ്ട് എൻ്റെ കഴുത്തിൽ പലതും കുറച്ച് ബാക്കോട്ട് വരെ എത്തണമുണ്ട്. ഇഷ്ടപ്പെട്ട പലതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതെന്തായാലും അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിന് മുന്നേ 2 കൂടെ മേടിച്ചിട്ടുണ്ടേനെ. ഇതാട്ടോ ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ തറവാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ആദ്യം നിന്ന വീട്. പിന്നെ അച്ഛൻ്റെ മാമന്മാരും എല്ലാവരും ഉള്ള ഒരു കോമ്പൗണ്ട് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. പഠിക്കാം. അപ്പുറം ഇപ്പുറ എണ്ണയെ കടക്കടം പാടിയ പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം അയ്യോ വീണ് പോയി പൊടി പൊടിയ പപ്പടം. അതിന് എത്രയല്ല പഠിക്കണേ? LKG. ബൈ പറ. അവിടെ ഒരു കോമ്പൗണ്ട് മൊത്തം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വെളുക്കെത്തിക്കാനായിട്ട് ഒരു തറക്കിലമ്മ എന്ന് പറയും, അവിടെ ഉണ്ട്. അതിന് ചുറ്റും നമ്മളെല്ലാവരും കൂടെ ഉള്ള വീട്. അച്ഛൻ്റെ ഏട്ടനും പിന്നെ 3 മാമന്മാരും അവിടെ തന്നെ കേട്ടോ അച്ഛൻ്റെ. അങ്ങനെ നമ്മളിപ്പോൾ അവിടേക്ക് എല്ലായിടത്തേക്കും പോകാനുള്ളതാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങോട്ട് പോകൽ മസ്റ്റാണ്. കാരണം നമ്മൾ നിന്ന സ്ഥലത്ത് നിൽക്കുന്നത് പോയി കാണുന്നത് ഭയങ്കര ഇതുള്ള സംഭവം. ഇതാണ് നമ്മുടെ താഴത്ത് എന്ന് പറയും. ഞങ്ങൾ വീടിൻ്റെ താഴത്താണ് കേട്ടോ. താഴത്തെ അമ്മായി താഴത്തെ മാമെന്ന് പറയും. ഇവിടെ മാമന് മൊത്തം ചെടിയുടേതാണ്. നന്നായിട്ട് മാമൻ തന്നെയാണ് ചട്ടിയൊക്കെ ഉണ്ടാക്കി ചെടി ഒഴിച്ചിട്ട് ഇതൊക്കെയാണ്. ഇവിടെ വന്ന് കുറേ നേരം ചെടി പറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദൈവൻ. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹത്തിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു വരുത്താണ് അമ്മായിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക. ഇവിടെ 2 ചേച്ചിമാരാണ്. ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അമ്മായി ഒറ്റയ്ക്കായിരിക്കും. അപ്പം നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ട് വരും. ഇവിടെ ഫുള്ള് വർത്താനം പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് നമ്മളതേ നേരെ പോകുന്നത് അടുത്ത വീട്ടിലേക്കാണ്. അതാണ് പടിഞ്ഞാറേന്ന് പറയും കേട്ടോ. ഇതാണ് മാമൻ്റെ 2ാമത്തെ മാമൻ. മാമൻ്റെ 2ാമത്തെ മാമനല്ല, അച്ഛൻ്റെ 2ാമത്തെ മാമൻ. അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവിടെ 2 ഏട്ടന്മാരാണുള്ളത്. അങ്ങനെ അമ്മായിനെ കണ്ടു, ചേച്ചിമാരെ കണ്ടു. അങ്ങനെ അവിടെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇതാണ് ഞങ്ങളെ വീട്. നമ്മളൊരു 10-28 വയസ്സ് വരെ ഞാൻ നിന്ന വീടാണ് ഇത്. ഇതിന് തൊട്ടപ്പുറത്താണ് അച്ഛൻ്റെ ഏട്ടൻ്റെ വീടുള്ളത്. ഇവിടെ ഇപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുക കേട്ടോ. വാടകയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ വിറ്റു. അപ്പോൾ അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ചാമ്പക്ക എന്ത് മഴയായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇവിടുത്തെ ചാമ്പക്കയ്ക്ക് നല്ല മധുരം കേട്ടോ. എവിടെ നിന്ന് കഴിച്ചിട്ട് എനിക്ക് ഈ ഒരു ടേസ്റ്റ് എനിക്ക് പിന്നെ കിട്ടിയിട്ടേ ഇല്ല. ഇതാണ് നമ്മളെല്ലാമായ മോളിയമ്മ.
വല്യമ്മയാണ് അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യ. വല്യമ്മ എന്ന് വിളിക്കുന്ന സ്ഥാനത്ത് നമ്മളെല്ലാവരും മോളിയമ്മ എന്നാണ് വിളിക്കുക. മോളിയമ്മയാണ് ഇവിടെ വന്നാലുള്ള മക്കളെ പ്രധാന കൂട്ട്. എന്ത് പറഞ്ഞാലും കൂടെ കൂടണം മോളിയമ്മ. ഞാൻ അവിടെ പോയി ചായ കുടിച്ചു, മോളിയമ്മ അരിനെല്ലിക്ക് കുപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ മഞ്ചൊക്കെ ആയിട്ട് പണി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരെ പോകുന്നത് മാമൻ്റെ വീട്ടിലേക്കാണ്, അതായത് എൻ്റെ സ്വന്തം മാമൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ വീട് തൊട്ടടുത്ത് തന്നെയാട്ടോ മാമ ഇപ്പോൾ വീട് വെച്ചത്. അങ്ങനെ അവിടെ പോയി ഇന്ന് രാത്രിത്തെ ഫുഡ് അവിടെ നിന്നു. അങ്ങനെ മാമനും മക്കളും അമ്മായിയും നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ വന്നത്. എന്തൊക്കെ നിന്നോട്ടെ നടന്നോട്ടെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആൾ അച്ഛൻ്റെ അടുത്താണ് നിൽക്കുക. അമ്മച്ചാന്നല്ലോട്ടോ വിളിക്കാറ്, അപ്പാന്നാണ് വിളിക്കാറ്. അങ്ങനെ 3 പേരും അച്ഛനെ വിളിക്കുക അപ്പാന്നാട്ടോ. അമ്മച്ചാന്ന് ഇതുവരെ വിളിക്കില്ല, അപ്പാന്നാണ് വിളിക്കുന്നത്. അച്ഛനും അതാണ് ഇഷ്ടം, അപ്പാന്ന് വിളിക്കണത്. അങ്ങനെ അപ്പം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരില്ലെന്ന് വെച്ചിട്ട് ഇവിടെ കാത്ത് നിൽക്കുകയാണ്. അച്ഛൻ അതിൻ്റെ മുന്നേ അച്ഛപ്പം ഞങ്ങളെ കയ്യിൽ തന്നിട്ടോ. അപ്പോൾ അത് അവന് കൊടുത്തപ്പോൾ അച്ഛൻ വന്നേം പാടെ അച്ഛനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ അച്ഛൻ പറയും, കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ ആരും തന്നില്ലല്ലോ, എൻ്റെ കുട്ടി കൊണ്ട് തന്നെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതും കൊണ്ട് കയറി. ഇവിടെ അമ്മായിക്കും മാമനും ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറവുകളൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും പോകെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് പോരായ്മ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പം ബൈ.